അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമൂഹത്തിന് മുന്നിൽ മാന്യന്മാരായി നടിച്ച് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഈ സമൂഹത്തിന് വേണ്ടിയാണ്, സമൂഹത്തിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ചൂഷണങ്ങൾക്കെതിരെ, അതല്ലെങ്കിൽ ആരെങ്കിലും സമൂഹത്തെ കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ഞങ്ങളുണ്ടാവും ഈ നാട്ടിൽ എന്നുറക്കെ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ മുന്നിൽ നന്മ മരങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ പോലും എതിർത്തുകൊണ്ട് അതിനേക്കാൾ വലിയ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ആളുകളാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ച കുറച്ച് ആളുകളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ആമിനത്താത്താന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആരാന്ന് ഞാൻ പറയുന്നില്ല, അവരെന്നെ പറയട്ടെ അല്ലേ. എല്ലാവർക്കും നമസ്കാരം. ധാരാളം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അബു അരീക്കോട്, പിന്നെ ഹൈദർ മദൂർ. മൂപ്പരെനിക്ക് വലിയ പരിചയം പോരാ. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് അപ്പോ അബു അരീക്കോടും അതുപോലെ തന്നെ ഹൈദർ മദൂര്, പിന്നെ സലീൽ ബിൻ കാസിമോ എന്താവോ ഒരു ഖുറൈശി ഉണ്ട് ആ കൂട്ടത്തില്. ഖുറൈശിന്റെ ഒക്കെ നമുക്ക് ഇനി മുമ്പ് പുറത്തു വന്ന കാര്യങ്ങളാണെങ്കിലും അതൊന്നും ജനങ്ങൾ വേണ്ട വിധം ചർച്ച ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ഒരാളെ കുറ്റങ്ങളും കുറവുകളും തേടി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരാളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പല വീഡിയോകളും ചെയ്യുമ്പോൾ അത് ഏതൊരാളെ കുറിച്ചായാലും, ഇപ്പോൾ ഹാമിദാറ്റക്കോ തങ്ങളെ കുറിച്ചാണെങ്കിലും അതല്ലെങ്കിൽ വേറൊരാളെ കുറിച്ചാണെങ്കിലും പിന്നെ അങ്ങനെ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, നല്ല ആളുകളായിരിക്കണം അല്ലേ. അപ്പോ ഇവരുടെ ക്വാളിറ്റി എന്താണ്, ഇവരാരാണ് എന്നുള്ളത് തുറന്നു കാണിക്കാനുള്ള ചെറിയ ശ്രമമാണ്. ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തി പറയുന്നൊന്നുമില്ല, പക്ഷേ ചില ആളുകൾ ഇതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് ഈ കൂട്ടുകെട്ടിൽ നിന്ന്. ആ ആളുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് കൂടെയുള്ള ഗസ്റ്റുകൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവരെ ഒന്നും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ അവർ കുറച്ച് ആളുകളെ കൊടുന്ന് നമ്മോട് പറയുന്നുണ്ട്, കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ആളുകളൊന്നും കുറ്റപ്പെടുത്തിയിട്ടൊന്നല്ല കേട്ടോ. ഞാനൊരു വീഡിയോക്ക് ഒരു ഓൾ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഇതിൽ ആഡ് ചെയ്തെന്നുള്ളൂ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം, സലീൽ ബിൻ ഖാസിമാണ് നമ്മളോടൊപ്പം. ഇന്ന് ഹൈദർ മദൂർ ഉണ്ട്. ഹൈദർ, അപ്പോ പതിവിൽ നിന്ന് വിപരീതമായി ഇന്ന് ഈ കണ്ണാടിക്ക് വെച്ചില്ല തന്തപ്പാപ്പാന്റെ മാരില്ല ആളാരറിയാം, സലീൽ ബിൻ ഖാസിം അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് ചങ്ങനെ വലിയ പരിചയമൊന്നും പോരാ. ഇയാളെ വീഡിയോ തനി ബോറടിയാണ്, അതുകൊണ്ട് വല്ലാതൊന്നും കാണില്ല. അപ്പം എന്തായാലും അയാളെ കൂടെ ഒരാളുണ്ട്, ഹൈദർ മദൂർ. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ പറയാമെന്ന് നോക്കാം നമുക്ക്. പതിവിൽ നിന്ന് വിപരീതമായി ഇന്ന് അല്പം ഗൗരവമുള്ള ഒരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഗൗരവമുള്ള വിഷയമാണ്. മുഴുവൻ ആളുകളും നിങ്ങളൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണമെന്ന് വിനീതിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ദയവീതിട്ട്, ഒരു അഭ്യർത്ഥനയാണ്. കാണുന്ന ആളുകൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. പ്രിയപ്പെട്ടവർ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാം. ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണേ. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, ഒന്നും കൂടി ഒന്ന് ഉഷാറ് പറയേ. അതായത് നിങ്ങളായി പറയണം. സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആ മുഖമല്ല, അല്ലാതെ നിങ്ങളെ ഒറിജിനൽ മുഖത്തിൽ നിങ്ങളൊന്നും കൂടെ പറയണം, ഷെയർ ചെയ്യാൻ പറയണം. ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണേ. നല്ല ഇമ്പത്തിലുള്ള ഷെയറിംഗ് ഒക്കെയാണ്. എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് അവരെന്നെ പറഞ്ഞ സ്ഥിതിക്ക് മടിച്ചിക്കണ്ട കേട്ടോ, ഷെയർ ചെയ്യണം. അതുമാത്രമല്ല വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുമാണ്. പറഞ്ഞ കേട്ടല്ലോ. നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സംശുദ്ധ ജീവിതം കൊണ്ട് മാതൃക തീർത്ത് ജനഹൃദയങ്ങളെ കോരിത്തരിപ്പിച്ച, ജനങ്ങളെ പുളകം കൊള്ളിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊയ് വചനം എന്ന് പറഞ്ഞ മാതിരില്ലേ ഒരു മനുഷ്യനാണ്. എന്തായാലും നമ്മളെ സലീലിന്റെ തുണക്കാരനാണ്. നമുക്ക് കേട്ടോക്കാം മൂപ്പർക്ക് എന്താ പറയാല്ലേന്ന്. അഭിവന്യരായ നമ്മുടെ ഹൈദർ മദൂരിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒന്നും അറിയാത്ത പാവപ്പെട്ട സ്ത്രീകളെ പറ്റിച്ചു കൊണ്ടുണ്ടാക്കിയ ഈ സഹസ്ര കോടികൾ മുഴുവൻ
ജീവിതത്തിലുടനീളം സുഖിച്ചും സല്ലപിച്ചും സൗന്ദര്യം കണ്ടെത്തിയും ആർമാദിച്ചും അനുഭവിച്ചു കളയാമെന്ന നിന്റെ വ്യാമോഹത്തിന് ഇവിടെ വിരാമം കുറിക്കപ്പെടുക തന്നെ ചെയ്യും ഹാമിദ് അറ്റക്കോയ തങ്ങളെ. കേട്ടങ്ങള്, വിരാമം കുറിക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞാരോ, അതുവരെ ഇത്രയും കാലൊക്കെ അവന്റെ ഭാഷ കേട്ട് കഴിഞ്ഞാലേ, തങ്ങളൊക്കെ അവൻ വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാലൊക്കെ അത്ഭുതപ്പെട്ടു പോകും. ചില ആളുകളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഇങ്ങനെയൊക്കെ ഒരാളെ പറ്റി പറയാൻ പറ്റുമോ എന്നുള്ള സംശയമൊക്കെ എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ പറയുന്നതൊക്കെ. പക്ഷെ എന്തായാലും ഭാഷയിലൊരു ശുദ്ധി വന്നിട്ടുണ്ട് അല്ലേ. ഹാമിദ് ആറ്റക്കോയ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്, തങ്ങളെ അല്ലേ അംഗീകരിച്ചു. അപ്പോൾ തങ്ങളാണ് എന്നുള്ളത് അംഗീകരിച്ചു. ഹൈദർ മാത്രമല്ല, ഇതിനു മുമ്പ് തങ്ങളല്ല എന്ന് പറഞ്ഞിരുന്ന പല ആളുകളും എത്ര വിവാദം ഉണ്ടായാലും ഇപ്പോൾ ഹാമിദ് ആറ്റക്കോയ തങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ. ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടൊരു സാധനം തന്നെ മുഴുവനൊന്നും ഇടില്ല, ചെറിയ കുറച്ച് ഭാഗങ്ങൾ ഇടണം, എന്നാലേ ഇത് പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഹൈദർ മധൂരിൻ്റെ ഒരു ഫോൺ സംഭാഷണം നമ്മൾ മുമ്പ് ഇട്ടിരുന്നു. അപ്പോൾ അതൊന്നും കൂടി പ്ലേ ചെയ്യാണ്. ചില ആളുകൾക്ക് ഹൈദർ മധൂരിനോടുള്ള ആരാധന മൂത്തിട്ട് അവർ വന്നിട്ട് ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ യൂട്യൂബിലൊക്കെ വന്നുകൊണ്ട് ഹാമിദ് ആറ്റക്കോയ തങ്ങളെയും കുടുംബത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ മഹാൻ എങ്ങനെയുള്ള ആളാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ടാണ് കുറച്ച് ഭാഗം കേട്ടോ, ഒന്ന് എല്ലാവരും ക്ഷമയോടെ കേൾക്കുക. നല്ല തിരക്കാണല്ലോ. ഏതാ ചിരി അല്ല നല്ല തിരക്കാണല്ലോ. അതാരെ പറഞ്ഞാരോ നല്ല ചരക്കാണല്ലോ എന്ന് പറഞ്ഞ്, അതാണ് നമ്മളെ അഭിവന്യനായ സമൂഹത്തിൻ്റെ മുന്നിൽ നന്മ കൊണ്ട് പ്രഭാപൂരിതമായ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ എല്ലാ ചൂഷണങ്ങളെയും എല്ലാ തട്ടിപ്പുകളെയും സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന മഹാനായ അശ്ശൈഖ് ആര്, ഹൈദർ മധൂർ കേട്ടോ. ഞാൻ ബാക്കി കേട്ടു വെക്കാം. ഇന്ന് അധികം വിശദീകരണങ്ങൾ ഉണ്ടാവില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. എന്തായാലും ഉറപ്പാണ് ലെങ്ത് ആവുന്നത്. കാരണം ഇവരെ കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചാൽ തന്നെ ഒരു 11-12 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഒരു 25 മിനിറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതെന്തായാലും നല്ല ഇൻട്രസ്റ്റഡ് വിഷയമാണ്, അതുകൊണ്ട് നിങ്ങൾ കാണണം, സത്യം മനസ്സിലാക്കണം. ഓക്കെ, അങ്ങോട്ടേ കൊണ്ടുവരാ ഒരു ദിവസം കൊണ്ടുവരാൻ എന്ത് ചോദിക്കാനാ, പെട്ടെന്നാക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പേരിൽ മാത്രം എന്തുകൊണ്ടാ കൂടുന്ന ചോദിച്ചു. അത് പിന്നെ തങ്ങളുടെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തങ്ങൾ നടക്കട്ടെ, തങ്ങളത്തേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യം അവർ പറയുന്നത് അടിപൊളി ചരക്കാണല്ലോ. മറ്റവൻ പറയാം ഞാൻ കൊണ്ടുവരാ ഒരു ദിവസം. കൊണ്ടുവരടാ, എന്താ താമസം എന്നൊക്കെ ചോദിച്ചു കുറേ ഉണ്ടായില്ല. അപ്പോൾ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യില്ല. ഈ ചരക്കെന്താണെന്നും ഇവൻ കൊണ്ടുവരാൻ പറഞ്ഞത് എന്താണെന്നൊക്കെ അന്നം തിന്നുന്ന ആളുകൾക്ക് തിരിയും അല്ലേ. അല്ലെങ്കിൽ ഇത് എൻ്റെ വോയിസ് അല്ല, ഇത് ഏതോ മിമിക്രിക്കാരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്താന്നൊക്കെ പറയേണ്ടി വരും. മോനെ, നിൻ്റെ വോയിസാണത്. നിൻ്റെ വോയിസ് ആണെങ്കിൽ ഏത് ചരക്കിൻ്റെ കാര്യമാണ് പറഞ്ഞു ചേച്ചി, ഹാമിദ് ആറ്റക്കോയ തങ്ങൾ പിന്നെ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അവിടെ വിചാരശാല നടത്തുന്നതൊക്കെ ഇങ്ങനെ ഗീർവാണം മുഴക്കിനല്ലോ. അപ്പോൾ എന്തായാലും ഇതിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. എൻ്റെ സൗണ്ട് തന്നെയാണ്. ഇനി ഇവർ ബാക്കി പറയുന്ന കുറച്ച് ഭാഗങ്ങൾ പ്ലേ ചെയ്തിട്ട് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കണം. കാരണം ഇതൊരു വട്ട വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടമാനം ഇത് വലിച്ചു നീട്ടുന്നില്ല. പിന്നെ പുതിയത് കുറേ കാര്യങ്ങൾ വരാണ്ട്. തങ്ങളെ എത്രയോ ഇരട്ടി കോടികൾ കാഫി വാങ്ങുന്നുണ്ട്, സമൂഹത്തിൽ കൊടുക്കണുണ്ട്. തങ്ങളത് ചെയ്യണില്ല. പിന്നെ എന്നോട് പറഞ്ഞു സ്ഥലത്തും കാര്യങ്ങളൊക്കെ ചെല്ലണ ആള്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ US കൂടി വരികയാണ്, ഇനിയിപ്പോ 2-3 മണിക്കൂർ കൂടി ഇല്ലാതെയാവും. നിങ്ങൾ തീരുമാനിച്ചോളൂ എന്താന്നല്ലേ, ബാക്കി നമുക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കൊന്നോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെ പോയി സംസാരിച്ച എന്താവും. ഞാൻ പറഞ്ഞു ഇന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് വേണം വിശ്വസിക്കാം. അത് അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഉണ്ടോ? ഹാമിദ് ആറ്റക്കോയ തങ്ങളോട് ഇടനിലക്കാരൻ ഹനീഫ എന്ന് പറഞ്ഞ വ്യക്തി വന്ന് പറയാണ്, എന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതായത് അദ്ദേഹം ഹാമിദ് ആറ്റക്കോയ തങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ അത് അനുസരിക്കും, അദ്ദേഹത്തിന് അത്രയും വിശ്വാസമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് അവൻ പറയണേ എന്നെ വിശ്വാസമുണ്ട്, അതേപോലെ ഹൈദർ മധൂരിനെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയണത്. എന്തായാലും കേട്ടു നോക്കാം. അത്ര തന്നെ അതേപോലെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ആള് ഞാൻ പറഞ്ഞു ഞാന് ഇന്നെ ചതിക്കൂല എന്നുള്ള വർഷം, കാരണം ഇന്നെ ചതിക്കാൻ്റെ അപ്പൊ അത് ഉണ്ടാവില്ലെന്ന് പറഞ്ഞാ കൊണ്ട് ഇയാൾക്ക് ഒരുപാട് ഉപകാരം. ഈ പറയുന്നത് എന്താ പറയുക, ഹൈദർ മധൂര് സൈലന്റായി നിന്നാൽ, അതായത് ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്കെതിരെ വീഡിയോ ഇടാതിരുന്നാൽ തങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. ഒരുപാട് ഉപകാരമുണ്ട്.
ഞാനൊന്നും സപ്പോർട്ടൊന്നും ചെയ്യേണ്ടായിരിക്കും. ഞാൻ സൈലന്റ് ആയി തന്നെ ഭയങ്കര ഉപകാരമുണ്ട്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് അത് നീ എന്താ വെച്ചാൽ നീ കറക്റ്റ് ആയിട്ട് ചെയ്തോ. പിന്നെ ബാക്കിയുള്ള പിന്നെ ഇപ്പൊ ഈ ലൈനിൽ കയറി വന്ന ആളുണ്ടല്ലോ, ആൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. ഓക്കെ, ആളുകൾക്ക് ബോധ്യപ്പെടുത്തണം. സൈലന്റ് ആയിക്കോളാം, അതായത് ഡീലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വിശദീകരണങ്ങൾ ആമിതങ്ങൾ കുറേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനി ആർക്കെങ്കിലും കമന്റ് ബോക്സിൽ നിന്ന് പൊങ്കാലിടുന്ന ആളുകൾക്ക് അവരോടാണ് പറയുന്നത്, പിന്നെ ഹാമിദ് തങ്ങൾ പൈസ കൊടുക്കാനുള്ള കാരണം എന്തിനു കൊടുത്തു എന്ന് ചോദിക്കുന്ന ആളുകളോട് തങ്ങൾ തന്നെ ഒരുപാട് പ്രാവശ്യം മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആവശ്യപ്പെടാം. ഇൻഷാ അല്ലാഹ് ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇനി നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ 3 പേരുണ്ടായിരുന്നു അല്ലേ, 3 ആൾക്കാരുണ്ടായിരുന്നു. ഇദ്ദേഹവും നല്ല ആളാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒരു വിമർശനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് ഉന്നയിക്കാറുണ്ട്. കാരണം ഇവരൊക്കെ സമൂഹത്തോട് ഭയങ്കര പ്രതിബദ്ധതയുള്ള ആളുകളാണ്. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ സേവനം ചെയ്യുന്ന ആളുകളാണ്. ഈ അബു അരീക്കോടിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് കേട്ടോക്കാം നമുക്ക്. ആരെക്കുറിച്ചാണ്? ഭയങ്കര വിശ്വസ്തനായ, സമൂഹത്തിന് മുന്നിൽ നല്ല ആളായ ഹൈദർ മധൂരിനെ കുറിച്ചിട്ട് ഈ അബു അരീക്കോട് അദ്ദേഹത്തിന്റെ ലീക്കായൊരു ഫോൺ സംഭാഷണമാണ്, കുറച്ച് കേട്ട് നോക്കാം. രണ്ടാൾ മാത്രം കൈകാര്യം ചെയ്തു പോയൊരു സാധനമാണ്. അദ്ദേഹം വന്ന അവസാനത്തെ യാത്രയിലാണ് ഇതൊക്കെ ഡൗട്ടായി മാറിയത്. ഇങ്ങനെ എല്ലാവരുടെ അടുത്തുനിന്നും വാങ്ങിയിട്ട് അപ്പൊ ജാഫറിന്റെ അടുത്തുനിന്നോ മറ്റേ പെണ്ണിന്റെ അടുത്തുനിന്നോ വാങ്ങാം എന്ന സാധനം വന്നപ്പോ പിന്നെ ഉപയോഗിച്ച് ഇവല രാത്രി മുഴുവൻ ഇരുന്ന് ആമിദിന്റെ അടുത്തുനിന്ന് ഉപയോഗിച്ച്, എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിലെ അക്ഷരം, അത് എന്തിനെയാണ് ഇവരെ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ MDM, മാരകമായ മയക്കുമരുന്നിന്റെ കാര്യമാണ് പറയണത്. ഓരോരുത്തരുടെ അടുത്തുനിന്നൊക്കെ വാങ്ങിയതിന്റെ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പം പിന്നെ ഇബ്നു സീനന്റെ പേരിൽ ഈ പറഞ്ഞ വാങ്ങിയപ്പം ഇപ്പൊ പ്രതിപാദിച്ച ഇബ്നു സീന, അതിലേക്കൊക്കെ വരുന്നുണ്ട് വീഡിയോ. ഇതൊക്കെ ഇവരൊക്കെ എല്ലാവരും ഒരു ചങ്ങലയിലെ ഓരോരോ കണ്ണികളാണ്. ഈ ചങ്ങല മൊത്തത്തിൽ ഹാമിദ് തങ്ങൾ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാനുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചു വരുന്ന ആമിനത്താത്ത നമ്മൾ ഇതിൽ പറയില്ല കേട്ടോ. ആമിനത്താത്ത അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞാണ്. അത് ആ വീഡിയോ ഉണ്ട്. ആമിനത്താത്ത ഇവിടെ തങ്ങൾ വീട്ടിൽ വന്നിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആമിനത്താത്ത അങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. പക്ഷെ അതല്ലാതെ വേറൊരു സമീറാറിന് സ്ത്രീ വന്ന് തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തങ്ങൾക്കെതിരെ വേറൊരു തങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1-ാം പാർട്ട്, 2-ാം പാർട്ട്, 3-ാം പാർട്ടൊക്കെ. അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഇതെങ്ങനെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇവരൊക്കെ പാട് ഒരു ചങ്ങലായി കിടക്കുന്നത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പുറത്ത് കൊണ്ടുവരും. പേരിൽ തന്നെ അവിടെ വാങ്ങിയിട്ട് അതിൽ എന്റെ അടുത്ത് തന്നതിന്റെ കണക്കും എല്ലാം കൂടെ കിട്ടിയപ്പോഴാണ് ഇവരെന്താ കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഹമീദിന്റെ അടുത്ത് നിന്ന് എന്തോ ഒരു പിന്നെ സിറ്റിങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. വാങ്ങിയിട്ടുണ്ടാവും, ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഒരുവിധപ്പെട്ട ആളുകളുടെ അടുത്ത് നിന്നൊക്കെ ഇവര് പൈസ മേടിച്ചിട്ടുണ്ടാവും. അബു അരീക്കോടാണ് പറയുന്നത് കേട്ടോ. ഇനി വാക് സാമർഥ്യം കൊണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊക്കെ വാക്ക് വൈഭവം കൊണ്ട് തോൽപ്പിച്ച് മലർത്തിയടിക്കുന്ന ധീരനായ ആളാണ് അദ്ദേഹമാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഹാമിദ് ആറ്റക്കോയ തങ്ങളെ ഞാൻ വന്ന് പറയുമ്പോൾ ഞാനാണ് പറയുന്നത് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ കയ്യിൽ നിന്ന് ഇവർ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂല. കാരണം എന്താ, ഞാൻ ഹാമിദ് ആറ്റക്കോയ തങ്ങളെ അനുകൂലിക്കുന്ന ആളാണ്. പിന്നെ അതുപോലെ ഒരുപാട് ഉസ്താദുമാർ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ, നിങ്ങളെല്ലാവരും പറയില്ല, കുറച്ച് ആളുകളൊക്കെ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത് വെളുപ്പിക്കാനും വേണ്ടിയിട്ട് പൈസ വാങ്ങി വന്നതാണെന്നൊക്കെ. അങ്ങനെ കുറേ ആളുകൾ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഉണ്ട്. എനിക്കതൊന്നും വിഷയമൊന്നുമില്ല, നിങ്ങൾ വെളുപ്പിക്കാനാണെന്നോ കർപ്പിക്കാനാണെന്നോ എന്തുവാണെങ്കിലും എഴുതിക്കൊള്ളാം, അതൊക്കെ നിങ്ങളെ സ്വാതന്ത്ര്യമാണ്. പിന്നെ ഇങ്ങനെ എഴുതുന്ന ആളുകളോടെ പറയുന്നത്, ഹാമിദ് തങ്ങളെ തുടക്കം മുതൽ ഹൈദർ മധൂരിൻ്റെയും അതുപോലെ തന്നെ ഈ താടിയച്ച തന്തപാപ്പുണ്ടല്ലോ ഓൻ്റെ ഒക്കെ കൂടെ നിന്ന് എതിർത്ത ഒരാളാണ് ആര്, ഈ അബു അരീക്കോടിൻ്റെ പിന്നെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ കൂടി ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് എതിരെ ചെയ്തിട്ടുണ്ട്. ആര്, അബു അരീക്കോട്. അവൻ്റെ വോയിസാണ് ഈ പുറത്തു വിടുന്നത്. ഇത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫേസ്ബുക്ക് പേജിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് പുറത്തു വിടാത്ത സാധനം ഒന്നുമല്ല. ഞാനിങ്ങനെ ഫ്രഷ് എന്താ പറയുക പുതിയൊരു സംഭവം കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നല്ല, ഇത് പഴയതാണ്. പക്ഷെ ജനങ്ങൾ എന്താക്കിയില്ല, ചർച്ച ചെയ്തില്ല. കാരണം
ഇതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്ന് ആളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവരൊക്കെ അത്രയും വിശ്വസിച്ചിട്ടേ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ചൂഷണം നടത്തുന്ന ആളും ഇവർ ആ ചൂഷണം കണ്ടെത്തി ജനങ്ങളിലേക്ക് അറിയിക്കുന്ന ആളുകളാണ്. ഇപ്പോഴാണ് തങ്ങൾ ഇതിൻ്റെയൊക്കെ 7 ലക്ഷം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ച് ആളുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ 2 വർഷം മുമ്പുള്ള ഈ വോയിസൊക്കെ 2 വർഷമല്ല, ഒരു വർഷം 1.5 വർഷമൊക്കെ പഴക്കമുണ്ടാവുള്ളൂ തോന്നുന്നു. ഈ വോയിസൊക്കെ ആളുകൾ തെരഞ്ഞു കണ്ടുപിടിച്ച് എന്തായാലും പ്രചരിപ്പിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതെന്താന്ന് നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസൊക്കെ തപ്പിപ്പിടിച്ച് കണ്ട് പുറത്തു വിടുന്നത്. അപ്പം എന്തായാലും കേട്ടോ, ഞാൻ അധികം വിശദീകരിക്കില്ല. ഒരു സാധാരണ പയ്യൻ, ഇവരാരാ? കാസർഗോഡ് കളക്ടറോ? ഇത് ആരാ വ്യക്തി എന്നുള്ളത് എനിക്ക് ആളറിയില്ല. പക്ഷേ ഹൈദർ മധൂരിൻ്റെയും ആ സംഘത്തിൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അവർ തെറ്റിപ്പിരിഞ്ഞപ്പോഴാണ് ഈ വോയിസുകളൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും കേട്ടു നോക്കാം നമുക്ക്. ഒരു വേട്ടാവളിയൻ തൊള്ളക്കൂട്ടടിച്ച് വെള്ളം അടിച്ച് വന്ന് ലൈവിൽ വന്നിട്ട് കറകുറ കത്തുന്ന ഒരു പരട്ട. ഇവൻ 1-ാം തരം കഞ്ചാവടിക്കാരനാണ്. ഇബിലിസീന ആശുപത്രിയിലേക്ക് പോകുമ്പോ കാറിനുള്ളിൽ നിന്ന് കഞ്ചാവടിച്ച് മരുന്നാണ് അവൻ വെളുപ്പിക്കാൻ നടക്കുക. അത് സാക്ഷിയാണ് തന്നെയാണ്. ഇതൊക്കെ ഈ വോയിസൊക്കെ നീ വെച്ചോ. കഞ്ചാവടിച്ച് ഗിർക്കായി നടന്നവനാണ്. പിന്നെ ആയത്തുകളും സൂറത്തുകളൊക്കെ ഇട്ട് ലൈവിൽ വന്നിട്ട് വളവളവളവളാന്ന് അടിക്കുന്ന ഇവൻ ഒരു കള്ളുകുടിയൻ, കഞ്ചാവടിക്കാരൻ. എന്നിട്ടാണ് ഇവൻ ആയത്തുകളും സൂറത്തുകളും ഊതണത്. കഞ്ചാവടിച്ചതിന്റെ തെളിവ് എനിക്കുണ്ട്. കാറിനുള്ളിൽ നിന്ന് അടിച്ചത് അത്. അപ്പോ കൂടുതൽ അവൻ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാല് ഇങ്ങനത്തെ എല്ലാ വീഡിയോസും വോയിസുകളൊക്കെ വരും. ഇബ്ലിസീന ആസ്പത്രിയിലേക്ക് പോകുമ്പോ ഹൈദർ മധൂരിന്റെ 2 സുഹൃത്തുക്കള് കാറിലുണ്ടായിരുന്നു. ഹൈദർ മധൂരിന്റെ 2 സുഹൃത്തുക്കൾ കാറിലുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ 2 സുഹൃത്തുക്കളെയാണ് നമ്മൾ ഇന്നിവിടെ അതിഥിയായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മനസ്സിലായില്ലേ 2 സുഹൃത്തുക്കൾ ആരൊക്കെയെന്ന്? ഇനി നമുക്ക് നമ്മുടെ ഇച്ഛ ഹൈദർ ഇച്ഛ നിങ്ങൾ കൊണ്ട് വരി, കുറച്ചേരം നമ്മക്ക് രണ്ടാക്കൊന്ന് സംസാരിച്ചു വെക്കാം. അപ്പൊ പറഞ്ഞു ഹാമിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാൽ പണം വാങ്ങി തന്നെ കൂട്ടിക്കോ. അങ്ങനെ തന്നെ കൂട്ടിക്കണതേ. ഇജ് പൈസ വാങ്ങിക്കണത് അങ്ങനെ തന്നെ കൂട്ടാൻ പറ്റുള്ളൂ. എന്താ കൂട്ടിക്കോ, വാങ്ങിയാൽ ഞാൻ വാങ്ങിക്കണെന്നാണ് പറഞ്ഞൂടെ, കൂട്ടിക്കോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 1-2 പോസ്റ്റ് കിട്ടിയിരുന്നല്ലോ, എന്തിനിതൊന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അതിന് കാരണം എത്ര വട്ടം തങ്ങൾ പറഞ്ഞു ഇജ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യുമെന്നും സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ കൂടുതൽ വീഡിയോ ഇട്ടിട്ട് കൂടുതൽ യൂട്യൂബർമാരെ കൂട്ടുപിടിച്ചിട്ട് വഷളാക്കുന്നു. തങ്ങൾക്ക് വിവേഴ്സ് 43,000 ഉള്ളത് ഇപ്പോൾ 5,000-4,000 കണ്ടായി എന്നൊക്കെ നീ തന്നെയാണ് പറഞ്ഞതേ. അങ്ങനെ പറഞ്ഞിട്ട് ആ സാധുവിനെ പറ്റിച്ചിക്കുകയാണ് ചെയ്യും. ഇത് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ പറ്റിച്ച് 7 ലക്ഷം റുപ്യ വാങ്ങി വീട് പണി എടുത്തു വൈതറേ. ഇനി ചിലവ് വന്നിട്ട് സമ്മതിക്കാം, അതായത് നിവർത്തിയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ വോയിസ് കഴിഞ്ഞു ഇല്ലേ, ഇനി വരാണ്ട് സാധനം. അതിന് മുമ്പ് നമുക്ക് ഈ ചെറുക്കനോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. ഇവനിങ്ങനെ വന്നിട്ട് വീഡിയോ ഉണ്ടില്ലേ, നമ്മളായിരിക്കും ഏതോ സിനിമയില് നായകനെ കാണിക്കുകയാണ്. ഓനെ വീഡിയോയിൽ വന്നിട്ട് മീസൊക്കെ പിരിച്ചിട്ട് എന്താവട്ടെ, ഞാൻ ബാക്കി പറയാം. ഈ വാങ്ങിയ ആളുകളൊക്കെ പറയുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്തു, അത് ചെയ്തു. എടോ, ഒരാളെ കുറിച്ച് ഒരാളുടെ ഹിസ്റ്ററി മുഴുവനും ഒരാൾ എന്താണെന്ന് ഈ ലോകത്ത് മുഴുവനും അറിയിച്ചതിന് ശേഷം പിന്നെ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലല്ലോ പൊട്ടന്മാരെ. പൊട്ടന്മാരെ ഇവൻ പറഞ്ഞത് അറിയോ, ഇവന് ഹാമിദങ്ങളെ എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞു എന്ന് പറയണം. അതായത് ഹാമിദങ്ങൾ ഒരു സമുദായത്തിനെ വഞ്ചിച്ച് കബളിപ്പിച്ച് ജീവിക്കുന്ന ആളാണെന്ന് ഇപ്പം തുറന്ന് കാണിച്ച് തെളിയിച്ച് കഴിഞ്ഞു എന്നാണ് ഇവൻ പറയുന്നത്. പിന്നെ എന്തിന് ഞാൻ പൈസ വാങ്ങിക്കണം പൊട്ടന്മാരെ എന്നൊക്കെ പറയണത്. ഈ പൊട്ടനോട് ഞാൻ ചോദിച്ചോക്കട്ടെ, പൊന്നാര ഇതറെ, ഇത് പറഞ്ഞ കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ സത്യമുണ്ട്? ഇത് പറഞ്ഞു ഹാമിദങ്ങൾ 10 കല്യാണം കഴിച്ചു അല്ലേ, പറഞ്ഞിട്ടല്ലേ? അതിൽ എത്രണ്ണം പുറത്തു കൊടുന്നു ഇതെല്ലാം പറഞ്ഞു. അതൊക്കെ ഞാൻ തെളിയിക്കും, മലമറിച്ചു എന്നൊക്കെ പറഞ്ഞില്ലോ. നിയമം അറിയാഞ്ഞേ അത് പൂട്ടിക്കും. ഹാമിദ് ആറ്റക്കോയ തങ്ങളെ മജ്ലിസ് പൂട്ടിക്കും, പിന്നെ ഈ പരിപാടി ഞങ്ങൾ നിർത്തും എന്നൊക്കെ പറഞ്ഞില്ലോ. എന്തി നിർത്തിക്കാഞ്ഞേ? പിന്നെ ഈ പൈസ വാങ്ങിയ കാലയളവിൽ നീ കുറച്ചു കാലം സൈലൻ്റായി നിന്നു. അത് കറക്റ്റാ. നിന്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ കാണാം. ഞാൻ ഇതോടുകൂടി ഹാമിദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറച്ച് നിർത്തി. ഞാൻ ഇവിടെ നമ്മുടെ ഒരു വിടവാങ്ങൽ പ്രസംഗമൊക്കെ നടത്തിയില്ലേ?
എന്നിട്ട് ഇപ്പൊ വീണ്ടും തലബന്ധിച്ചതിന് ഹാമിദങ്ങൾ പറഞ്ഞിട്ടുണ്ട് 10 ലക്ഷം ചോദിച്ചു വീണ്ടും, അത് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് അവൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? എന്നാലും ബാക്കി കാര്യങ്ങളും കൂടി പറയാം. ഹാമിദിനെ പറയാൻ വേണ്ടിയിട്ട് പറച്ചോൻ എന്നെ സൃഷ്ടിച്ചൊന്നല്ല. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബേജാറായിട്ട് പറയാ, ഹാമിദിനെ പറയാൻ വേണ്ടിയിട്ട് പഠിച്ചവനെ സൃഷ്ടിച്ചതൊന്നല്ല. സത്യമാണ്. ഹാമിദ് തങ്ങളെ മാത്രമല്ല, നീ ഇതുപോലെ ആർക്കൊക്കെ എതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എതിർത്ത്, അനുകൂലിച്ചിട്ടല്ല പറഞ്ഞു, ആരൊക്കെ നീ എതിർത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതില് ആരെങ്കിലും ഒരാളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അത് ചൂഷണമാണ്, അല്ലെങ്കിൽ പറ്റിക്കലാണ്, കബളിപ്പിക്കലാണെന്ന് തെളിയിക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നീ ഓരോ ആളുകൾക്കെതിരെ വീഡിയോ ചെയ്യും, എന്നിട്ട് ഇതുപോലെ ഓരോ ഹനീഫമാരെ പറഞ്ഞയക്കും, എന്നിട്ട് പണം വാങ്ങും. അതാണ് നിന്റെ രീതി. പിന്നെ പറയും ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. പൊട്ടന്മാരായ, മഠയന്മാരായ, വിഡ്ഢികളായ ജനങ്ങൾ അത് മനസ്സിലാക്കട്ടെ, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, മനസ്സിലാക്കാത്തതിൽ മുഴുവൻ പൊട്ടന്മാരാണ്. ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ, ഹാമിദ് തങ്ങളെ മജ്ലിസിലേക്ക് വരുന്ന ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ബുദ്ധി, വിവേകം ഈ പറയുന്ന നിങ്ങൾക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും മാത്രമേ പഠിച്ചു തന്നിട്ടുള്ളൂ. അവിടെ വന്ന എല്ലാ ആളുകളും പൊട്ടന്മാരാണ്, അല്ലെങ്കിൽ അന്ധവിശ്വാസികളാണ്, അല്ലെങ്കിൽ അന്ധമായി മതാചാരങ്ങളോട് അല്ലെങ്കിൽ മതചിഹ്നങ്ങളോട്, ഇസ്ലാമിക ചികിത്സാ രീതികളെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളാണ് എല്ലാവരും. നിങ്ങൾ മാത്രം ഭയങ്കര ആളുകളാണെന്നുള്ള നിങ്ങളെ വാദം. അത് ശരിയാണോ? ആ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഉണ്ടാവൂലേ? അത് ചിന്തിക്കണ്ട നിങ്ങൾ. അറിയോ, ഈ ഹാമിദിനെ താങ്ങി ഇപ്പൊ നടക്കുന്നത് പണത്തിന് വേണ്ടിയാണ്. ഹാമിദിനെ താങ്ങി ഇപ്പൊ നടക്കുന്നത് പണത്തിന് വേണ്ടിയാണെങ്കിൽ അല്ല, ഹാമിദിനെ താങ്ങി നടക്കുന്നത് ഇനിയിപ്പോ നീ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ കൂട്ടിക്കോളി. നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് തന്നെ എന്നുണ്ട് കൂട്ടിക്കോളി. ഇജ്ജ് പറഞ്ഞല്ലേ വാങ്ങിയെന്ന് കൂട്ടിക്കോളിന്ന്, അതേപോലെ ഞങ്ങൾ പണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്, അങ്ങനെ തന്നെ കൂട്ടിക്കോളി. ഹാമിദങ്ങളെ അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്ന എല്ലാ ആളുകളും, ഹാമിദങ്ങൾക്ക് അനുകൂലമായി കമൻ്റ് ഇടുന്ന എല്ലാ ആളുകളും പണത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ അനുകൂലിക്കണമല്ലൊക്കെ എന്താ പറയുക, സമുദായ സ്നേഹം, പിന്നെ അതേമാതിരി സമൂഹത്തോടുള്ള പ്രതിബദ്ധത, അതുകൊണ്ട് അങ്ങനെ തന്നെ കൂട്ടിക്കോ. ഇവര് പണത്തിന് വേണ്ടി മാത്രമാണ് ഇവർ താങ്ങി നടക്കുന്നത്. ഇപ്പൊ വീണ്ടും പണം കണ്ടിട്ട് വന്ന ഏതൊക്കെ ഒരുത്തരുണ്ടോ അവർക്ക് ഇജ്ജ് എതിർത്ത് എന്ത് കണ്ടിട്ട്? ഇനി ഇജ്ജ് കുറെ കാലം ഹാമിദങ്ങൾ എതിർത്തു, എന്നിട്ട് അവസാനം ഒരു വർഷം നിർത്തി, പിന്നെയും 10 ലക്ഷം ഒരു വർഷം കഴിയുമ്പോൾ ചോദിച്ചു. ഹാമിദങ്ങൾ അറിഞ്ഞ പിന്നെ 7 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. അത് വയനാട് ജില്ലയിലെ മുട്ടിൽ എന്ന സ്ഥലത്ത് വെച്ചാണ് നീ പൈസ വാങ്ങിയതെന്ന് ഹാമിദങ്ങൾ പറഞ്ഞില്ലേ? ഇല്ല, നിഷേധിക്കാൻ എനിക്ക് പറ്റുമോ? വ്യാജനാണ്. ഞാൻ നല്ലവനായിട്ട് പറയല്ല, എന്റെ ഫീൽഡ്. ഇത് നല്ലവനായിട്ട് പറയണ്ട, ഇത് നല്ലവനല്ല, അതെല്ലാവർക്കും അറിയായി. ഇനി ഈ വീഡിയോ മുഴുവനായിട്ട് ഒരാൾ ഇരുന്ന് കണ്ടാൽ മനസ്സിലാവും ചെയ്യും ഇത് നല്ലവനൊന്നല്ല, ഇത് നല്ലവനായിട്ട് പറയല്ല എന്ന് പറഞ്ഞു, ഇത് നല്ലവനല്ല. ഓക്കെ, ഞാൻ പറയാണ് ഞാൻ നല്ലവനല്ല. ഇതൊക്കെയാണ് നമ്മളായുധം. ഇവര് പറയണ എന്താണ്? ഹാമിദങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല, അക്ഷരത്തെറ്റില്ലാതെ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയില്ല. അതായത് ഹാമിദങ്ങൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇൽമു കുറവാണ് എന്ന് പറയാറില്ലേ? ഒരാൾക്ക് അറിയില്ല കരുതിയിട്ട് ആത്മീയ മജ്ലിസിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്വലാത്തെല്ലാം പറയാൻ പാടില്ല, ആത്മീയ ചികിത്സ നടത്താൻ പാടില്ല എന്നൊക്കെ നിങ്ങളോട് ആരോ പറഞ്ഞ്? അങ്ങനെയൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ബോധ്യമുണ്ട് നിങ്ങളെ പൈസ വാങ്ങാൻ പാടില്ല. ഇനി അന്തസ്സായ ആണുങ്ങളെമാര് തല ഉയർത്തി നിൽക്കാൻ മതി. ഇപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുമോ? ഉളുപ്പുണ്ട ചങ്ങായി, എനിക്ക് ഉളുപ്പ് ലേസം. ഈ അമലുകളൊക്കെ ഉണ്ടായിട്ട് അത് പ്രവർത്തിക്കൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഇഖ്ലാസ് ഇല്ലാതെ ദുനിയാവിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ അലക്കയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ പറയാം, എല്ലാം ഈ പറയുന്ന എല്ലാം നാശം. അദ്ദേഹം പഠിപ്പിച്ചിരിക്കണ ഇല്ല എന്ന് നമ്മൾ പറയില്ല. പക്ഷെ ഇത് എന്താ ചെയ്ത്? ഇത് ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ 7 ലക്ഷം വാങ്ങിയത്? ആനക്കൊക്കെ ഇത് പറയാൻ എന്താണ് ചങ്ങായി യോഗ്യതയില്ലേ? പൈസ വാങ്ങിയിട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ ചങ്ങായിനെ കുറച്ചേരം മുന്നിൽ കൊടുത്തിട്ടപ്പോൾ നമ്മൾ അബുഅരീക്കോട് പറയാ, നമ്മളെ അബുഅരീക്കോടിന് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ടാവും. ഇല്ല, കഴിഞ്ഞിട്ടില്ല, വരാൻ പോണുള്ളൂ. അതുപോലെ തന്നെ അബു അരീക്കോട് എന്താ ചങ്ങായി പറയാല്ലേ?
ഔലിയാക്കളുടെ പേരിൽ ഫാത്തിഹ വിളിച്ച് തെഹ്ലീൽ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അതുപോലെ തന്നെ മലയാളത്തിൽ അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ആളുകളെ കൂട്ടി അത് നന്നായിട്ട് വീഡിയോ എടുത്ത് പ്രൊമോ ചെയ്ത് അല്ലേ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് പറയും. ഓക്കെ, അതായത് ഔലിയാക്കളുടെ പേര് വിളിച്ച് ഫാത്തിഹ ഓതി സലാത്തെല്ലാം പറഞ്ഞ് പിന്നെ ആളുകളെ വിളിച്ചു കൂട്ടി തട്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ഹമീദ് ആറ്റക്കോയ തങ്ങൾ പറഞ്ഞത് കാല അബൂവരീക്കോട്. ഇനി അബുക്കാക്ക ഒരു ചോദ്യം ചോദിച്ചു നോക്കട്ടെ. നിങ്ങളൊരു പ്രൊമോ വീഡിയോ ചെയ്തില്ലോ അല്ലേ? ഈ കൊടക്കാടിൻ്റെ കുറച്ചപ്പുറം ഉള്ള സ്ഥലത്ത് ഈ ഹമീദ് ആറ്റക്കോയ തങ്ങളെ നാടിൻ്റെ കുറച്ച് കിലോമീറ്ററുകളപ്പുറം നിങ്ങൾ വന്നിട്ടൊരു പ്രൊമോ വീഡിയോ ചെയ്യുന്നില്ലേ? ഇതിന് നമ്മൾ പേര് നേരത്തെ നിങ്ങൾ പറഞ്ഞ വോയിസിലുണ്ടല്ലോ പേര് ഇബിനിസിന മെഡി കെയർ സെൻ്റർ എന്നിട്ട് തോന്നുന്ന പേരില്ലേ? നമുക്ക് ആ പ്രൊമോ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അത് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഇതുവരെ ഇവിടെ വന്നിട്ടുള്ള രോഗികൾ ആരെങ്കിലും നിങ്ങളുടെ ചികിത്സ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരാളും വന്നിട്ടില്ല. ഇന്നോളം വരെ ഒരാൾ പോലും എന്റെ ട്രീറ്റ്മെന്റുമായിട്ട് കംപ്ലൈന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോവുകയോ ഒരു കംപ്ലൈന്റ് പറയുകയോ അതല്ലെങ്കിൽ എന്റെ അടുത്ത് വന്ന് കേട്ടല്ലോ. അത് നമ്മളെ ജലാലുദ്ദീൻ വൈദ്യരാട്ടോ, ഇബ്നിസിനന്റെ ഭയങ്കര ചികിത്സകനൊക്കെ ആയിരുന്നു. ഇങ്ങനെ മൂപ്പരിങ്ങനെ ഒരു കോലേറ്റ് തൊട്ട് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇങ്ങനെ തളർന്നാലൊക്കെ പറക്കേന്. ഞാൻ അന്നേരം ചോദ്യം, കുട്ടിയെ അബുമോനെ ഇത് ചെയ്ത പ്രൊമോ വീഡിയോന്റെ ആ സ്ഥാപനം അതേടെ അതുണ്ടപ്പോ? ഇബ്നിസിന പാലോടില്ലേ ഇബ്നിസിന അതുണ്ടോ? ഇതാണ് അതിന് പരസ്യം ചെയ്ത ആള്. ഇത് മാത്രല്ല അന്റെ ഒപ്പം ഉണ്ടായിന് ദാസനും വിജയനും അല്ലേ, ഹൈദറും താടിപ്പാപ്പി. ഇയാളുടെ കീഴിൽ നൂറ ഹബീബ ട്രാവൽസ് തുടങ്ങിക്കഴിഞ്ഞു. ആ ട്രാവൽസ് വഴി ആളുകളെ വിവിധ ഇടങ്ങളിലേക്ക് പിന്നെ ടൂർ കൊണ്ടുപോകുന്ന പരിപാടി ഇയാൾ തുടങ്ങിക്കഴിഞ്ഞു. പൈസ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് നൂറ ഹബീബ് തങ്ങളെ കയ്യിൽ ട്രാവൽസ് നടത്തുന്നുണ്ട്. അവിടേക്ക് ആളുകളൊക്കെ ഓരോ സ്ഥലത്തേക്ക് ടൂറൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കൊണ്ടുപോയിക്കോട്ടെ, അതിന് എനിക്കെന്താ? ഒരാൾ ട്രാവൽസ് നടത്തുന്ന കുറ്റം എന്താ പോ? ഞാൻ എന്നെ പറ്റിയൊക്കെ ഒരു അത്യാവശ്യം നിലയും വിലയിലെ ആളായിരുന്നു. ഒരു മനുഷ്യൻ ട്രാവൽസ് നടത്തി, അതിലേക്ക് ആളുകളെ വിളിച്ച് ചിലപ്പോൾ ലാഭം കിട്ടണ്ടേ? ട്രാവൽസ് നടത്തുമ്പോൾ ലാഭം കിട്ടണ്ടേ? അദ്ദേഹം ട്രാവൽസ് നടത്തുന്നുണ്ട്, സിയാറത്ത് ഒക്കെ ഓരോ പുണ്യസ്ഥലങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ജോരുണ്ടോ? അടുത്ത പ്രാവശ്യം വരുമ്പോൾ പേര് കൊടുത്തോ ജുംബോര്. അതിനിപ്പോൾ എന്താ പ്രശ്നം? ഈ ട്രാവൽസ് നടത്തുന്നവരെ ചൂഷണം, ഇതാണ് ജോരം ചൂഷണം. വേറെ ഒന്നും നിങ്ങൾക്ക് ചൂഷണം പറയാൻ. ഇത് പഴയ വീഡിയോ ആണ് കേട്ടോ. ഇനി നമ്മളെ കുട്ടിയൊന്നും എന്താ ബാക്കി പറയാതെ നോക്കൊരു വോയിസാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുള്ളൂ, ഞാൻ കട്ട് ചെയ്യില്ല, കാരണം ഇത് ഒരുപാട് സമയമായി പോകും. അതുപോലെയൊക്കെ തന്നെ അതുപോലെ ഇങ്ങനെ ഓരോരുത്തരെങ്ങനെ നമുക്കറിയാലോ ആ ഒരു ബേസിലുള്ള പരിചയം. പിന്നെ മാത്രമല്ല ഒരു പാർട്ടി അനുകൂല നിലപാടും വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് വരികയും ചെയ്തു. ഈ പറയുമ്പോഴാണ് ഇതിനെപ്പറ്റി എന്തൊക്കെ പറയണെന്നുള്ളത്. എന്നോട് വേറൊരാളിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് അപ്പത്ര കാര്യമൊക്കെ എടുത്തില്ല. വാങ്ങുന്ന കാര്യമോ അല്ലെങ്കിൽ ഓരങ്ങനെ വാങ്ങുന്നുണ്ടെന്നോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് വെച്ചാല് ഹാമിദിനെതിരായാലും ഫിറോസിനെതിരായാലും ഒക്കെ ആ രീതിയിലാണല്ലോ ഇടപെട്ടുകൊണ്ടിരുന്നത്. അല്ല, പൈസ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ കാരണം എന്താ വെച്ചാൽ ഇവര് നിർത്തിയല്ലോ, ഇവര് നിർത്തുന്നുണ്ടല്ലോ. ഫിറോസിന്റെ കാര്യമായാലും ഈ ഹാമിദിന്റെ കാര്യമായാലും ആരുടെ കാര്യമായാലും ഒരു നിർത്തുകയാണ്. പറച്ചില് പോക്ക് പോണത് ഈ മയ്യൽ ജാഫറായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെ ആണ് പോണത്. ആ സ്ത്രീന്റെ അടുത്തേക്ക് അതോടുകൂടിയാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഇത് ഭീകരമായിട്ടുള്ള സാധനമാണ്. വിചാരിക്കുന്നിടത്തൊന്നല്ല. കാരണം ഇത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറയണത് അതിന്റെ ഒരു ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പറയാനുള്ള ഒരു സാധനം പറഞ്ഞു പോകുന്നു എന്നുള്ളതിനപ്പുറത്തൊന്നും. പക്ഷേ അതെ, സമൂഹത്തിൽ നടക്കുന്ന ചൂഷണമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് ഹമീദ ആറ്റക്കോയ തങ്ങൾക്കെതിരെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ മാത്രമല്ല, ഇത് എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ രണ്ടാൾക്കാരുണ്ടായിന്, യജൂജും മൈജൂജും. നേരത്തെ ദാസനും വിജയനും എന്ന് പറഞ്ഞ പോലെ രണ്ടാൾക്കാരുണ്ടായിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഇത് പക്ഷേ ഇത് തിരിച്ചറിഞ്ഞ് അവർ പറഞ്ഞ
ആരെ എതിർത്തിട്ടാണ് അവർ വീഡിയോ ചെയ്തത്, അവരെ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലേ? അതാണല്ലോ ഇപ്പോൾ വോയിസ് എന്ന് മനസ്സിലാണ്. എന്തുകൊണ്ട് നീ സമൂഹത്തോട് ഈ ഒരു തട്ടിപ്പ് വിളിച്ച് പറഞ്ഞില്ല? ഹൈദറിനേറ്റിലെ കമ്പനി വിട്ടു, അതൊക്കെ നമ്മൾ അതിൻ്റെ ബാക്കി വരുമ്പോൾ മനസ്സിലാവും. പിന്നെ അതുപോലെ സെലീലിനേറ്റിലെ കമ്പനി വിട്ടു, ഓല് അതിൻ്റെ ഭീകരത എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയണ്ടല്ലോ. ഇതെന്തുകൊണ്ട് ഇതറിഞ്ഞ സമയത്ത് ഒരു വീഡിയോ ചെയ്തില്ല ഹൈദറിനെതിരെ? നമുക്ക് സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയുള്ള ആളല്ലേ, ഇതൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ, ഒരു പാർട്ടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്ന ആളല്ലേ. അപ്പോൾ എനിക്ക് സമൂഹത്തോട് തുറന്ന് പറയാല്ലേ? ഈ കാര്യം മാത്രം പറയാൻ എന്തിനാ എനിക്കൊരു പേടി? അതോ ഇതൊരു മാഫിയ സംഘമാണോ? ചാരിറ്റി നടത്തുന്ന ചാരിറ്റി മാഫിയകൾ നിങ്ങൾ പറയണ്ടല്ലോ, അതുപോലെ ചാരിറ്റി നടത്തുന്ന ആളുകളെ കഴുത്തിന് പിടിച്ച് അവർ സമ്പാദിച്ചതോ അല്ലെങ്കിൽ അവർ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാനോ പിരിച്ചെടുത്ത പൈസ, ആ പൈസ വില പേശി വാങ്ങുന്ന ഈ രണ്ട് പക്കാ ഫ്രോഡുകളെ പറ്റി എന്തുകൊണ്ട് അബു അരീക്കോട് ജനങ്ങളോട് പറഞ്ഞില്ല? മറുപടി പറയണം. നീ ചെയ്യുന്ന സേവനങ്ങൾ, അതല്ലെങ്കിൽ നീ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങി നടത്തുന്ന പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ സമൂഹത്തോട് ഇത് പറയാനുള്ള ബാധ്യത അബു അരീക്കോടിനുണ്ട്. അതുകൊണ്ട് ഇത് പറയും എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കപ്പോ ബാക്കിയും കൂടി കേട്ടിട്ടേ ഉറങ്ങണം. രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, കിടന്നുറങ്ങിയില്ല ഈ പ്രശ്നം. ഇങ്ങനെ പറഞ്ഞ അപ്പുറത്ത് ഓല് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഓലെ ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ച് ഈ പരിപാടി അവസാനിപ്പിച്ചാൽ നാട്ടുകാരെ അറിയില്ലെന്നൊന്നും നമ്മക്ക് ചിന്തിക്കാൻ കഴിയണില്ല. അങ്ങനെ ആലോചിക്കുന്നതെന്നല്ലാണ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ എഫേർട്ട് എടുത്ത് വീഡിയോ ഇടുന്ന എന്തുകൊണ്ടാ? അതിന് കിട്ടുന്ന ചില്ലറ കൊണ്ട് പഠിച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനുള്ള ചിന്ത കൊണ്ടാണ്. അതെ, യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യണം, ഇനിയും ചെയ്യണം. ഇനിയിപ്പോൾ ഹാമിദ് അങ്ങക്ക് എതിരെ വേണേലും ഇത് തുരുതുരെ ചെയ്തു, അതിനൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷേ നീ ഇതുപോലെ വലിയൊരു തട്ടിപ്പ് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഈ സമൂഹത്തോട് പറഞ്ഞില്ല? എനിക്ക് പഠിക്കാനുള്ള പൈസക്കാണ് ഇത് പ്രൊമോ വീഡിയോ ചെയ്തതെന്നൊക്കെ പറഞ്ഞൊക്കെ സമ്മതിക്കാം. ആ വീഡിയോ എൻ്റെ തിരികെ കാണില്ല കേട്ടോ, കള്ളാ. ഞാൻ തിരഞ്ഞ് കുറച്ചു നേരം ഇത് ഫസ്റ്റ് ഇട്ട വീഡിയോ മുതൽ ലാസ്റ്റ് ഇട്ട വീഡിയോ വരെയൊക്കെ ബെറ്റലിൻ്റെ ഇവിടേക്ക് നോക്ക്, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി കണ്ടില്ല. അതിലൊരു പൊട്ടും പൊടിയൊക്കെ ഒപ്പിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന മനസ്സിലായില്ലേ? ഫുൾ വീഡിയോ ഇല്ലാതൊന്നും കരുതണ്ട, അതൊക്കെ വരേണ്ട സമയത്ത് നമ്മള് പ്രൊമോ വീഡിയോ ഒന്നുകൂടി ഇടും കേട്ടാ. ഇവരന്ന് ഈ പരിപാടി ഇതിന് പോകുമ്പം സംസാരത്തിൽ എന്താണെങ്കിൽ ഒന്ന് ഈ ജാഫറിന്റെ അടുത്ത് നിന്ന് ഇത്ര വാങ്ങാം, അല്ലെങ്കിൽ ആ കേസ് തീരുമാനമാക്കി കൊടുത്ത ഈ പെണ്ണിന്റെ അടുത്ത് വാങ്ങാം. ഇത് വേറെ വിഷയം നമ്മളറിയില്ല, വേറെ സാധനം പഠിച്ചാ അവിടെയാണ് എനിക്ക് പാടി. ഇയാളെന്തോ ഈ പെണ്ണിന്റെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ല പൈസക്കാരനായിരുന്നു, അയാളുടെ നിന്ന് കുറെ പൈസ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലുള്ള സാധനമാണിത്. കറക്റ്റ് എനിക്ക് അറിയില്ല. എന്തായാലും ഇവര് ഐദറിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഐദർ എന്നിട്ട് അത് പിന്നെ എത്ര 5 കോടി മേടിക്കണമെന്നോ 10 കോടി മേടിക്കണമെന്നൊക്കെ പറഞ്ഞ ഇത് കയ്യിൽ നിന്ന് പോവുമല്ലോ, എവിടെയെങ്കിലൊക്കെ പണി കിട്ടുന്നുള്ള സാധനം വന്നപ്പോ ഞാനത് എന്ത് ചെയ്തു? ഞാൻ ആ കേസ് വിട്ടു. അതാണ് ഉണ്ടായത്. അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങള് ശരിയല്ല എന്ന് എനിക്ക് തോന്നി, അപ്പൊ ഇജ വിട്ടു. ഓക്കെ, ഞാനെന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഇജോയിന്ന് പങ്ക് പറ്റി എന്ന ആരോപണമൊന്നും ഞാൻ ഉന്നയിക്കില്ല. കാരണം എൻ്റെ ഒരു പോളിസി എങ്ങനെ വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ, അറിയുന്ന കാര്യങ്ങൾ പറയുള്ളൂ. എനിക്ക് അത്രയും ഉറപ്പ് വേണം. അല്ലാതെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ ശരിയായിരുന്നോ അങ്ങനെയൊക്കെ ഇജ് പറഞ്ഞാൽ നിലപാടെടുത്ത ഒരു പൊതുപ്രവർത്തകനല്ലടാ ചെയ്യും. ഇതിനൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. ഞാൻ ആമിതങ്ങളെ മാത്രം ബേസ് ചെയ്തിട്ടോ വീഡിയോ ചെയ്യണം, അതും പറഞ്ഞുതരാം. എന്റെ കഥ ഇവന് സീനിന്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബെസ്റ്റ് എന്താ പറയാ, ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു മെഡിക്കേഷൻ സെന്റർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആയുർവേദ സാധനം പോലെ, അല്ലെങ്കിൽ ഒരു മർമ്മ തെറാപ്പി ടൈപ്പ് ഓഫ് സാധനമാണല്ലോ. ഇത് പറഞ്ഞിട്ട് ഞാൻ ഐദറിനോട് ഐദർ ഈ പരിപാടിക്ക് കൂട്ടുന്ന തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഐദറിനോട് ഞാൻ LLBന്റെ എൻട്രൻസും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുക. ജോയിൻ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഈ ഡിഗ്രി കംപ്ലീറ്റ് ആവാൻ നേരത്തെ എനിക്കൊരു 19,000 റുപ്യന്റെ ആവശ്യം വന്നപ്പോ ഞാൻ ഐദറിനോട് നമ്മൾ ബേസിക്കലി ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഐദറിനോട് ചോദിച്ചു. അപ്പൊ ഐദറിനോടാണ് എനിക്ക് 50,000 അല്ലേ, അത് ഞാൻ സംഘടിപ്പിച്ചാൽ ഇതിന്റെ ഒപ്പം വാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്.
ആ പോക്കില് ഇബ്നു സീന മെഡിക്കേഷൻ സെന്ററിൽ വീഡിയോ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് ഒരെണ്ണം എത്തിച്ചു. ഓക്കെ, അങ്ങനെ എനിക്ക് ഈ ചെറുക്ക് ഇബ്നുസിന എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി അടക്കാൻ കഴിയില്ല. കാരണം എന്താ അറിയോ, ഇവനാണ് ഇതിന്റെ പ്രൊമോ വീഡിയോ ചെയ്തത്. അബു അരീക്കോട് നല്ല വറക്കത്തിന്റെ കയ്യാ. ഇവനും ഹൈദറും പിന്നെ അതേമാതിരി ആ തന്തപാപ്പുണ്ടല്ലോ താടി, ഇവരൊക്കെ അവിടെ പോയിട്ട് ആ വൈദ്യരെ പറ്റിച്ച് കുറെ പൈസയും വാങ്ങി. അതിന് പുറമെ പ്രൊമോ വീഡിയോ ചെയ്ത ഇവരും പറ്റിച്ചു, ആരെ അബു അരീക്കോടിനെയും പറ്റിച്ച്. എന്നിട്ട് ഇവരെന്താ വീഡിയോ ഒക്കെ ചെയ്ത് കുറച്ച് ദിവസം, ഒരു കുറഞ്ഞ മാസങ്ങൾ നിന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ നാട്ടുകാരെ കൂട്ടിച്ചു. നേരത്തെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലേ, താങ്കളെടുത്ത് ചികിത്സിച്ചിട്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ട് പിന്നെ അസുഖം മാറിയില്ല എന്ന് പരാതി ഉണ്ടോന്ന് ചോദിച്ചേ. ചോദ്യം എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് യൂട്യൂബ് എടുക്കാം മോനെ, അബുവോ കുട്ടിയെ, അബു മോനെ യൂട്യൂബ് എടുത്തിട്ടേ കാക്കാന്റെ കുട്ടി വെറുതെ അടിച്ച ഇബ്നു സീന വെറുതെ അടിച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിട്ടോ. എത്ര ആളുകളെ അറിയോ, ഒരാളവിടെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടേ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാലും അതിലൊക്കെ വരാം നമുക്ക് ഇൻഷാ അല്ലാ. ഇത് ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ് പ്രശ്നം. ഇനി ഏതായാലും അബുവിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ നമുക്ക് നിർത്താം. അത് പ്രൊമോഷൻ ടൈപ്പ് വീഡിയോ മാത്രമാണ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയും ചെയ്തു, ഞാൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതിൽ എനിക്ക് തരാന്ന് പറഞ്ഞ പൈസന്റെ ഒപ്പം ഓര് മേടിച്ചു എന്നുള്ള സാധനമൊക്കെ. പിന്നെ ഒന്ന് ഞാൻ പിന്നെ അതങ്ങനെ മനസ്സിലായോ? ഈ കുട്ടിക്ക് കാരണം വാങ്ങിയ പൈസ അല്ല, അബു അരീക്കോടിന് കാരണം വാങ്ങിയ പൈസ കൂടുതൽ അടിച്ചു മാറ്റി. ആര്? നമ്മളെ നന്മമരങ്ങളെ വീഴ്ത്താൻ വന്ന കൊടും നന്മമരം ഹൈദർ മധൂര്. ഞാനൊന്നും പറയില്ല, ഇച്ചാ വേണ്ട കേക്ക്. എത്ര വാങ്ങി വെച്ചാൽ അതിന്റെ പേരിൽ 1.5 മേടിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ ഈ പറഞ്ഞ മാതിരി ഈ വീഡിയോ ചെയ്തു ഈ 1.5 ലക്ഷമാണോ കൂടിയാന്ന് കൂടി പറയേണ്ടി കേട്ടോ. എന്റെ പഠനം കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഇവർ കണക്റ്റഡ് ആവുന്നു. പക്ഷെ ഇവർ ഇമാതിരി നാറികളാണെന്ന് പിന്നെ മനസ്സിലാവുന്നത്, ഇത്ര ഭീകരമായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത് ആ യാത്രയാണ്. ആ യാത്രയോടുകൂടി പിന്നെ അത് പൂർണ്ണമായിട്ട് എൻഡുമാണ്. പൂർണ്ണമായ പോലെ മനസ്സിലാക്കിയത് ഇവര് ഇബ്നു സീനയ്ക്കുള്ള യാത്രയിലാണ്. ഏതായാലും വരട്ടെ. അപ്പൊ മോനെ, നീ പറഞ്ഞതൊക്കെ എൻ്റെ വോയിസ് എല്ലാം എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഇല്ലാത്ത സ്ഥിതിക്കും, എൻ്റെ വോയിസാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമില്ല സ്ഥിതിക്കും, കാക്കാൻ്റെ കുട്ടി ഹമീദ് അങ്ങക്കെതിരെ കുറെ വീഡിയോ ചെയ്യുമ്പോൾ നിർത്തിപ്പോയതല്ലോ. നിങ്ങൾ ആ സമയത്ത് വീഡിയോ നിർത്തിയതാണല്ലേ കള്ള. എന്നിട്ടിപ്പോ കഴിഞ്ഞ ആഴ്ച ഇനി മേലത്തെ അയച്ചിട്ടാണ് ഇപ്പൊ ഒരു വീഡിയോ കണ്ട് ഹമീദ് അങ്ങക്കെതിരെയാണെങ്കിലും. അതിൻ്റെ ഇടയിൽ ആനുകാലിക വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആകെ ചെയ്തോണ്ട് നല്ല കുട്ടിയാണ് ചെയ്യും. കാരണം നാളെ ഒരു MLA MP ഒക്കെ ആയി വരേണ്ട ആളല്ല. അപ്പൊ എനിക്ക് ഈ സമൂഹത്തിനോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ജനങ്ങളോട് എനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇത് തുറന്ന് പറയണം, വീഡിയോ ചെയ്യണം. എല്ലാ കാര്യങ്ങളും വീഡിയോ ചെയ്യണേ. എനിക്കത്ര ഹൈദറിനെയും താടിപ്പാപ്പാനെയും പേടി. ഞാൻ ബാക്കി കാര്യങ്ങളോട് കേട്ടിട്ട് നമുക്ക് നിർത്താല്ലേ. തങ്ങളുപ്പാഫ് എന്തായാലും നാളെ മുതൽ ഉണ്ടാവില്ലേ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. കണ്ടോ, ഇവൻ്റെ ഒരു വീഡിയോ പറയാണ് ഇവനെ. അതായത് ഇവന് തങ്ങള് എന്തായാലും നാളെ മുതൽ ഉണ്ടാവുമല്ലേ, ഇപ്പോൾ മരിച്ചു പോകുന്നതാണ് അവൻ ഉദ്ദേശിച്ചത്, അതോ തങ്ങളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്നോ, എന്താണ് ഇവന് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും നാളെ മുതൽ തങ്ങൾ ഉണ്ടാവുമല്ലേ എന്ന് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞു. 1 കൊല്ലം മുമ്പോ 2 കൊല്ലം മുമ്പറ്റേ പറഞ്ഞ വീഡിയോ ആണ് കേട്ടോ ഇവന് പ്രൊമോ ചെയ്ത ആ ഇബ്നു സീന. അതെന്തായാലും ഞാൻ കുറച്ച് ഇപ്പത്തെ ഇബ്നു സീന സാധനം കൂട്ടിപ്പോയി. ഇവന് പ്രൊമോ ചെയ്തോടുകൂടി അതിന്റെ കഴിഞ്ഞു, കഷ്ടകാലം തുടങ്ങി. ഇബ്നു സീന എന്താ സ്ഥിതിന്ന് ഞാൻ ഈ വീഡിയോ ഒന്ന് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, അന്ന് കണ്ടുനോക്കിട്ടോ. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ആദ്യം, ശേഷം ഇൻഷാ അല്ലാഹ് ആൺകുട്ടികൾ, പിന്നെ ഇൻഷാ അല്ലാഹ് ഇന്റർനാഷണൽ സ്കൂളുകൾ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ തീരുമാനം. ഇപ്പൊ നേരെ ചങ്ങായി ഇത് ഭയങ്കര പ്രൊമോ ചെയ്ത് ഇബ്നു സീനന്റെ മുതലാളി ഇപ്പൊ ഹമീദ് ആറ്റക്കോയ തങ്ങളാ. അവിടെയാണ് ഹിഫ്ലുൽ കോളേജ് വരാൻ പോണെന്ന് ഹമീദ് തങ്ങൾ ഇതാ പറയുന്നത്. ഇതൊക്കെ പ്രൊമോ ചെയ്താൽ കട്ടകാലം പിടിച്ചവന്റെ തലയിൽ തേങ്ങ വീണ് പറഞ്ഞ മാതിരിയാണ് എന്റെയൊക്കെ സ്ഥിതി. ആ ചങ്ങാന്റെ ബൈക്കാക്കി ആ വൈദ്യരെ. ഇങ്ങനെയുടെ പേര് പറയുമ്പോൾ അവസാനം ലഅനത്തുല്ലാഹി അലൈഹി എന്നുകൂടി പറയേണ്ട സ്ഥിതിയാണ്. ആരെ? ഹൈദറിന്റെ പേര് പറയുമ്പോഴാണോ അതോ സലീലിന്റെ പേര് പറയുമ്പോഴോ?
കാരണം ഒരാളെന്നെ പറ്റിച്ചേ അല്ലേ? ഇനി എന്താ പറയാല്ലേ കൂടി കേട്ട് പോയാൽ നിർത്തേണ്ടെന്തായാലും. ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ചൂഷണത്തിനെതിരെ തട്ടിപ്പിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് ഹൈദർ മധൂർ എന്ന് പറയുന്നത്. ഹൈദർ മധൂർ, പ്രിയപ്പെട്ട സുഹൃത്ത് ഹൈദർ മധൂർ കഴിഞ്ഞ ദിവസം ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് പറഞ്ഞ കാര്യമാണ് 5 ലക്ഷം രൂപ ആവശ്യപ്പെടാനാണ് ഹൈദർ മധൂർ വന്നത് എന്ന്. ഇതും കൂടെ കൊടുത്ത് പറഞ്ഞു പോകട്ടെ ജി. തങ്ങൾ ലൈവിൽ വന്ന് പറഞ്ഞ പോലെ 5 ലക്ഷം റുപ്യ വാങ്ങാനാണ് ആവശ്യപ്പെട്ടതെന്ന്. ബാക്കിയും കൂടി വേഗം പറഞ്ഞിട്ട് വെക്കിന്റെ ക്യാമറ ചൂടായിട്ട് ലൈറ്റ് കിണി പറഞ്ഞ് കത്തുന്നുണ്ട്. ഹാമിദ് ആറ്റക്കോയയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം ചോദിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആളാണ് ഹൈദർ എന്നൊക്കെ വിശ്വസിക്കാൻ ഹൈദറിനെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവരും നേരിട്ട് കാണുന്നവരുമായ ഒരാൾക്കും സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മനസ്സിലായോ? ഹൈദർ 5 ലക്ഷം വാങ്ങിയാൽ ആരും വിശ്വസിക്കൂല. കാരണം ഹൈദർ വാങ്ങുകയാണെങ്കിൽ 5 കോടി മൂപ്പര് പറയും. അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞാളേ. ഇയാളെ പോലുള്ള ഒരു തട്ടിപ്പുകാരന്റെ അടുത്ത് നിന്ന് 5 അല്ല 50 അല്ല 5 കോടി വാങ്ങിയാലും ഒരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓൻ കഥ പറയാല്ലേ, ഇപ്പൊ 5 കോടി വാങ്ങിയാലും ഒരു പ്രശ്നമില്ല അന്ന് പറഞ്ഞാട്ടോ. അതിന് ശേഷമാണ് ഈ വോയിസ് ഒക്കെ പുറത്തു വന്ന് ഇവനിത് വാങ്ങിക്കണെന്ന് പറഞ്ഞപ്പോഴേ ഇവന് സസ്യയിക്കാണ് സത്യത്തില്. ഇവരെ കൂട്ടത്തിലിടന്ന് സസ്യായ കുട്ടിയാണിത്. ഇവന് LLB പഠിക്കാനും വേണ്ടി പോയതാ. 80,000 കിട്ടുന്നുണ്ട്. 80,000-ന് പകരം കൂടുതൽ വാങ്ങിത്തരാറിനെ കൊണ്ടുപോയി പ്രൊമോ വീഡിയോ ചെയ്യിപ്പിച്ച് ഇവന് സിനന്റെ അതോടുകൂടി അത് പൂട്ടി. എന്നിട്ടോ അവിടുന്ന് വാങ്ങിയ പൈസ ഇവനെ പറ്റിച്ചോല്. ഞാൻ അടുത്ത പോയിന്റാണ് നിങ്ങൾ കേൾക്കേണ്ടി. മനസ്സിലായില്ല? ഇയാളെ പിന്തുണക്കാൻ ഇപ്പോഴും ആളുകളുണ്ട്. അമ്മാതിരി പൊട്ടന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ കുറച്ച് ഹൈദർ വാങ്ങിയാലും കുഴപ്പമില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. മനസ്സിലായില്ല? ഹൈദർ വാങ്ങുമ്പോ എന്തായാലും എന്നോടും കൂടി ഒന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഹൈദർ വാങ്ങുമ്പോ എന്നോട് കൂടി ഒന്ന് പറയണമെന്ന്. പക്ഷെ ഹൈദർ പറയലോട് ഹൈദർ പറഞ്ഞാൽ എനിക്കും തരണ്ടല്ലേ? ഇത് വെറും സസ്യ കുട്ടി. സസ്യ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സസ്യത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇവരപ്പൊ LLB പഠിച്ചതിന് വേണ്ടി പൈസക്ക് പോയിട്ട് ആ ഇബ്നസിനെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടാണ്ട് ആ സാധുവിനെ പൂട്ടിച്ചു എന്ന് വേണ്ട. ഇജ് പ്രൊമോ വീഡിയോ ചെയ്ത് ഇബ്നസിനെ ഇജ് പറഞ്ഞ് നാളെ മറ്റന്നാളെ തങ്ങൾ ഉണ്ടാവുക തന്നെ അറിയില്ല പറഞ്ഞേ. ആ തങ്ങൾ എന്താക്കി ഇബ്നസിനെ വാങ്ങി അവിടെ കോളേജ് തുടങ്ങാൻ പോവാ. ഇത് വല്ലതും അറിയണ്ടോ? ഇത് ഭയങ്കര എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറയുന്ന ആളല്ല. അപ്പൊ പറയണ്ടേ ഞാൻ പ്രൊമോ വീഡിയോ ചെയ്തത് അമിതങ്ങൾ ചൂഷണം ചെയ്യുന്ന ആളാണെങ്കിലും കോളേജ് തുടങ്ങണ്ടേ പറയണ്ടേ? നിങ്ങളെ കാഴ്ചപ്പാടില്ല അമിതങ്ങൾ ചൂഷണം ചെയ്യുന്ന ആളല്ലേ. എന്തായാലും അന്ന് തിരുത്താനൊന്നും വരില്ല. ജങ്ങ തന്നെ വിശ്വസിച്ചാൽ മതി. ഇതൊന്ന് മാറ്റി വിശ്വസിച്ചിട്ട് പൊന്നാരാ പോ ഇങ്ങോട്ടൊന്നും വരല്ലേ. എന്തിന് തങ്ങളെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് വരല്ലേ. ഇതൊക്കെ ഇങ്ങനെ വന്നാൽ അതോടുകൂടി ആ സാധുവിന്റെ കഷ്ടകാല. എന്തിന് തങ്ങളെ അനുകൂലിച്ചാല് ഇജി തങ്ങൾ എത്ര എതിർക്കണ് അത്രയും തങ്ങളറിയില്ല റബ്ബർ പന്താണെന്ന്. റീനീനനുസരിച്ച് ഇങ്ങനെ പൊന്തിക്കോളും. അത് പൊന്തട്ടെ കേട്ടോ. കാരണം എന്താ പറയുക, ഒരുപാട് സാധുക്കളുണ്ട്. അവർക്കൊക്കെ ഒരുപാട് സഹായം കിട്ടുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീടുണ്ട്, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കാൻ പോകുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ പഠിത്തലുണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ അങ്ങനെ ഒരുപാട് പാവങ്ങൾക്ക് കുറച്ച് ഗുണം കിട്ടണ. നിങ്ങൾ വില പേശിയിട്ട് അതിന് അടിച്ചു മാറ്റി പോകരുത് പ്ലീസ്. ആദർശധീരനായ നേതാവേ അങ്ങയോടാണ് പറയുന്നത് ഇഷ്ടാ. ഇനി അനക്ക് ഈ പറഞ്ഞ ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ദയവായി ഇത് പറയണം. അബുമോനെ മാണിക്കല്ലേ, ഇങ്ങരെന്താണ് ഇങ്ങരെന്തിനു വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത് എന്നൊക്കെ കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. നല്ല ബോധ്യം. അത് കാണുമ്പോ ഒരു സന്തോഷമുണ്ട്. ഇച്ചൂടടാ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്. അല്ലല്ല, ഇത് മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും വരണം. ഇത് കണ്ടിട്ട് എന്താക്കണം, ഇതിന് മറുപടിയിട്ട് വരണം. മനസ്സിലായില്ലേ? എന്നിട്ട് പറയണം അതിന്റെ വോയിസ് അല്ലാന്ന്. അതല്ലെങ്കിൽ പറയണം ആണുങ്ങളെ മാതിരി ഇതിന്റെ വോയിസ് ആണ്. എന്നിട്ട് ഈ സന്തോഷത്തോടു കൂടി നമുക്ക് പിരിയാൻ പറ്റണം. മനസ്സിലായില്ലേ? സമൂഹത്തിൽ നടക്കുന്ന അനീതി ജനങ്ങളോട് തുറന്നു പറയുന്ന ആദർശധീരനായ നേതാവാണ് അബു അരീക്കോടെങ്കിൽ വെല്ലുവിളിക്കുന്നു അബു. എന്തുകൊണ്ട് ഹൈദർ മധൂരും താടിപ്പാപ്പ സലീൽ കള്ള് കുടിയനും ഇവര് രണ്ടുപേരും നടത്തിയ ഈ ചൂഷണങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളോട് തുറന്നു പറയില്ല? എന്റെ വോയിസ് പുറത്തു വന്നില്ലേ? എങ്കിലൊന്ന് പറയട കുട്ടിയെ. നേതാവേ നേതാവേ. മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബു അരീക്കോടല്ല, സലീം അച്ചൂർ. ശരി.